ഇപ്പോൾ ഋഷികേശിലാണ്. നമ്മൾ റിവർ റാഫ്റ്റിംഗ് ആയിട്ട് റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിരുന്നു, കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഒരു 5:45 ഇപ്പോൾ ഋഷികേശിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ 6 മണിക്കൊക്കെ ആർത്തി ഉണ്ട്. ഇവർ പറയണ ആർത്തി എന്നാണ്, ആർത്തിയോ അങ്ങനെ എന്തോ, ഞാൻ പ്രൊണൗൺസ് ശരിയാണെന്ന് പറയുമ്പോൾ ആരതി. അപ്പോൾ അതെല്ലാം കണ്ടു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ വന്നപ്പോൾ എനിക്ക് തീരെയായിരുന്നു. അപ്പോൾ ഈ ക്യാമറ ഒന്നും സെറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായില്ല. അത് ഞാൻ ജസ്റ്റ് കണ്ടുകൂടെ ഗംഗാതീരത്ത് ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്, 1-2 സ്ഥലങ്ങളിൽ ആരതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ പോയിട്ട് കണ്ടു ജസ്റ്റ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല, ഭൂരിഭാഗം അമ്പലങ്ങളാണ്. ഒരു ഒരു പീസ്ഫുള്ളും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമുള്ള ഭയങ്കര അടിപൊളി സ്ഥലമാണ് ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ ജസ്റ്റ് ഇവിടെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റുകൾ. ഇങ്ങനെ ഇത് ഭയങ്കര നല്ല ദൂരം ഉണ്ടാവും. അപ്പുറം ആ ഭാഗം കാണുന്നതെല്ലാം ഫുൾ അമ്പലങ്ങളാണ്. ഈ കാണുന്ന ഗംഗ. നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ വരുന്നു. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവരെ ഞാനൊരു മലയാളിനെ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ മലയാളിനെ കണ്ടതേ ഇല്ല ഋഷികേശിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു തൂക്കുപാലം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തൂക്കുപാലം കടന്ന് ആ പാലത്തിൻ്റെ അപ്പുറത്തുള്ള അമ്പലങ്ങളൊക്കെ കാണാം, സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ജസ്റ്റ് ഇറങ്ങിയേക്കണത്. അപ്പോൾ നാളെ രാവിലെ ഡെറാഡൂണിൽ എത്തണം. നാളെ രാവിലെ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഡെറാഡൂൺ ടു സാങ്ക്രി എന്നാണ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളെ നാളെ ഡെറാഡൂണിൽ നമ്മളെ പിക്ക് ചെയ്യും. ഡെറാഡൂണിൽ അവരുടെ പാക്കേജ് എടുത്തേക്കണവർ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് സാങ്ക്രിയിലോട്ട് എത്തിക്കും. സാങ്ക്രിയിൽ രാത്രി ഡിന്നർ തുടങ്ങിയാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നാളത്തെ വീഡിയോ ഫുള്ള് അതിൻ്റെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നാളെ. അപ്പോൾ ഇപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ട് നടന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ജസ്റ്റ് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. കാരണം നല്ല അലച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ദിവസങ്ങളിലൊന്നും ഒരു ലെഷർ ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം ഈ അലച്ചിൽ തന്നെയായിരുന്നു. എങ്ങും ഒരു സ്വസ്ഥതയായിട്ടൊരു 20 മിനിറ്റ് 30 മിനിറ്റ് അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. വന്നു അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, അവിടെ നിന്ന് വരുന്നു, വേറെ സ്ഥലത്തോട്ട് പോകുന്നു, അങ്ങനെ ഇങ്ങനെ യാത്രകൾ തന്നെയാണ്. പക്ഷേ ഇതൊരു രസമുണ്ട് കേട്ടോ. പറയുക, സമയം പോണത് അറിയാനുള്ള ഒരു നല്ലൊരു രസമുണ്ട് ഈ ഒരു യാത്രയ്ക്ക്. ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ഞാൻ ഇപ്പോൾ അകത്തൊരു തെർമലും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഹുഡിയും ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലൗസും ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വാമായിട്ടിരിക്കാൻ. ഞാൻ ആ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സെറ്റായത്. ഇപ്പോൾ ഋഷികേശിൽ നമ്മൾ കുറേ സ്ഥലങ്ങളെല്ലാം നടന്ന് കണ്ടു. ഇവിടെ കൂടുതൽ അമ്പലങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗംഗാരയൊന്നും മര്യാദയ്ക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. എല്ലായിടത്തും വന്നപ്പോഴേക്കും തീരാറായിരുന്നു. അങ്ങനെ ജസ്റ്റ് കണ്ടുള്ളൂ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിന്ന് ഋഷികേശിൽ നിന്ന് മിക്കവാറും ഒന്നില്ലെങ്കിൽ നാളെ രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഡെറാഡൂണിലോട്ട് ബസ്സിന് പോകും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമ്മൾ ഡെറാഡൂണിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ട് മെമ്മറി ഫുള്ളായിരിക്കണം 120 GB. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. വേറെ ഒരു മെമ്മറി കാർഡ് കൊണ്ട് അതിനകത്തോട്ട് മാറ്റണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടും റെസ്റ്റ് ഉണ്ടായില്ല. റൂമിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്തായാലും നമ്മൾ ഋഷികേശിൽ നിന്ന് പോകണേണ്. നമുക്ക് ഹരിദ്വാറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് റിവർ റാഫ്റ്റിങ്ങും ബഞ്ചി ജമ്പിങ്ങും ആയിരുന്നു. നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ആ വണ്ടി റെൻറ്റിലെടുത്ത കടയിലാണ്. വണ്ടി തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുള്ളിയാണ് നമ്മുടെ ഫോൺ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിയാണ് എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. പുള്ളി രാവിലെ ഒരു 6 മണിയായപ്പോൾ ഇങ്ങനെ ഫോൺ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിവിടെ നിന്ന് വിളിച്ചവിടെ തന്നെ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫോണോട് വിളിച്ചുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് പുള്ളിയാണ് ശരിക്കും പെട്രോൾ പമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാണ് ഫോൺ കിട്ടിയത്. അവിടുത്തെ ഒരാളുടെ നിന്ന് പുള്ളിക്കാണ് ഫോൺ കിട്ടിയത്. അപ്പം തന്നെ എൻ്റെ അടുത്ത് വണ്ടിയിൽ കൂടെ വന്നിട്ട് ഫോൺ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു റൂമിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല. എൻ്റെ റൂം ബുക്കിംഗ് എല്ലാം പോയി.
ഇവർ വേറൊരു ചീപ്പായിട്ടുള്ളൊരു ഹോം സ്റ്റേയും അറേഞ്ച് ചെയ്ത് തന്നു. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഈ ചേട്ടനും. ഈ പുള്ളിയുടെ കൂടെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരൊക്കെ എന്നെ സഹായിച്ചായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ എക്സ്പീരിയൻസ് അല്ലായിരുന്നു മൊത്തത്തിൽ. ആ ബഞ്ചി ജമ്പിങ് ഋഷികേശിലെ റിവർ റാഫ്റ്റിങ് അത് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഋഷികേശിൽ നിന്ന് ഡെറാഡൂണിലോട്ട് പോകും. ബാക്കി വീഡിയോസ് എല്ലാം നാളെ നമ്മൾ ഡെറാഡൂണിൽ ചെന്നിട്ട് കാണാം.